നമസ്കാരം. ഒരേ സമയം സിനിമയും സാഹിത്യവും ഇത്രമേൽ വഴങ്ങി മറ്റൊരു പ്രതിഭ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും സാധ്യത കുറവ്. അതാണ് MD വാസുദേവൻ നായർ. സാഹിത്യ രചനകളിലെ അതേ മാന്ത്രികത തിരക്കഥകളും എങ്ങനെ ആവാഹിച്ചു എന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. നോവലുകളിൽ ഒഴുക്കോടെയുള്ള വായന സമ്മാനിക്കുമ്പോഴും സിനിമകളിൽ നെഞ്ചിൽ കനൽ കോരിയിടുന്ന അതിതീക്ഷ്ണമായ ജീവിത സന്ദർഭങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. 7 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു, 54 എണ്ണത്തിന് തിരക്കഥ എഴുതി. 1973 സംവിധാനം ചെയ്ത നിർമാല്യത്തിലൂടെ ദേശീയ പുരസ്കാരവും സംസ്ഥാന അവാർഡും ഒരുപോലെ MDയെ തേടിയെത്തി. അതേസമയം സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കാൾ അദ്ദേഹം ഒരുക്കിയ തിരക്കഥകൾ ആസ്വാദനത്തിന്റെ മറ്റൊരു ലോകത്തേക്കാണ് കാണികളെ എത്തിച്ചത്. വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ ആകമാനം മാറ്റിവരച്ചപ്പോൾ ആ കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചിലേറ്റിയതായാണ് MDയുടെ മാജിക്. ദേശീയ അവാർഡിന്റെ തിളക്കത്തിന് അപ്പുറം MD സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി എന്ന നടൻ മറ്റൊരു തലത്തിലേക്ക് എത്തി. മമ്മൂട്ടിക്ക് പകർന്നാടാൻ ഒരു പിടി നല്ല കഥാപാത്രങ്ങളാണ് MD മെനഞ്ഞെടുത്തത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ തുടങ്ങിയതാണ് അവരുടെ കൂട്ടുകെട്ട്. പിന്നാലെ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ, അടിയൊഴുക്കുകൾ, തൃഷ്ണ, അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനിയെ, ഒരു വടക്കൻ വീരഗാഥ, സുഹൃതം, പഴശ്ശിരാജ എന്നിങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ കഥാപാത്രങ്ങളെല്ലാം ഒരു നോവായി വിങ്ങലായി മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിലുണ്ട്. ചിലർക്കെങ്കിലും പറയാറുണ്ട് MDയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. പറഞ്ഞ ആ മഹാനടൻ MDക്കൊപ്പമുള്ള അനുഭവം പങ്കുവച്ചു. ആദ്യമായി കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നെന്നും സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി പറയുന്നു. 4-5 മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാൻ ഞാൻ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയെന്നും മമ്മൂട്ടി വ്യക്തമാക്കുന്നു. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോഴെന്നും വിശദീകരിച്ച മമ്മൂട്ടി, മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നുവെന്നും ഞാൻ എന്റെ 2 കൈകളും മലർത്തി വെക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്. ഞാൻ ആ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ആൾ എന്നാണ് നടൻ മോഹൻലാൽ MDയെ കുറിച്ച് അനുസ്മരിച്ചത്. വാസുദേവൻ നായരെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച് വിട പറയുകയും ചെയ്തു. തനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് MD വാസുദേവൻ നായർ. ഒരുപാട് തവണ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു. താൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിൽ എത്തിയിരുന്നു. തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനാണ് നഷ്ടമായതെന്നും മോഹൻലാൽ വ്യക്തമാക്കി. 7 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു, 54 എണ്ണത്തിന് തിരക്കഥ എഴുതി. 1973 സംവിധാനം ചെയ്ത നിർമാല്യത്തോടെ ദേശീയ പുരസ്കാരവും സംസ്ഥാന അവാർഡും ഒരുപോലെ MDയെ തേടിയെത്തി. അതേസമയം സംവിധാനം ചെയ്ത ചിത്രങ്ങളെക്കാൾ അദ്ദേഹം ഒരുക്കിയ തിരക്കഥകൾ ആസ്വാദനത്തിന്റെ മറ്റൊരു ലോകത്തേക്കാണ് കാണികളെ എത്തിച്ചത്. വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തുവിനെ ആകമാനം മാറ്റിവരച്ചപ്പോൾ ആ കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചിലേറ്റിയതാണ് MDയുടെ മാജിക്.